നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനത്തിൻ്റെ ബാറ്ററി ഒരു വട്ടമെങ്കിലും ചേഞ്ച് ചെയ്യാത്തവരായിട്ട് വളരെ കുറച്ച് ആളുകളെ കാണത്തുള്ളൂ. അപ്പോൾ പുതിയതായിട്ടൊരു ബാറ്ററി നമ്മൾ വെക്കുമ്പോൾ അതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളൊരു ചെറിയ വീഡിയോ ആണിത്. ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്നത് ആമറോണിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ആമറോണിൻ്റെ ഓൺലൈൻ വഴി നമ്മൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യുമെന്ന് നോക്കാം. നമ്മൾ ബാറ്ററി വാങ്ങുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ബുക്ക്ലെറ്റ് ഉണ്ടാവും. അതിൽ നമുക്കിത് തന്ന സപ്ലയറുടെ ഒരു സ്റ്റാമ്പും കാര്യങ്ങളുമൊക്കെ നമ്മളുണ്ടോയെന്ന് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തണം. പിന്നെ അതിൽ തന്നെ നമ്മുടെ ബാറ്ററിയിലുള്ളൊരു സ്റ്റിക്കറും അതിലുണ്ടായിരിക്കും. ആദ്യം നമുക്ക് വേണ്ടത് ആമറോൺ കണക്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ സൈൻ ഇൻ എന്നൊരു ഓപ്ഷൻ കാണും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ നമ്പർ സൈൻ ഇൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈൻ ഇൻ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പം നമുക്കൊരു OTP വരും. ആ OTP അവിടെ തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കണം. പിന്നെ വരുന്ന ഫിറ്റ്മെൻറ്റ് ചാർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബാറ്ററി എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അതിൽ ഓട്ടോമോട്ടീവ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സീരിയൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അത് ബാറ്ററിയിൽ മെയിലുണ്ടാവും, നമ്മുടെ ആ വാറണ്ടി കാർഡിൽ ഉണ്ടാവും. അപ്പോൾ അത് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പറാണ് ചോദിക്കുന്നത്. അത് നമ്മൾ തെറ്റാതെ നമ്പർ പ്ലേറ്റിൽ നോക്കി ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ കോൺടാക്റ്റ് നമ്പറാണ് ചോദിക്കുന്നത്. ആ കോൺടാക്റ്റ് നമ്പരും തെറ്റാതെ എൻ്റർ ചെയ്യുക. ചെയ്തതിന് ശേഷം നമ്മുടെ വണ്ടിയുടെ ബ്രാൻഡ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എൻ്റെ വണ്ടി ഹ്യുണ്ടായി ആയതുകൊണ്ട് ഞാനത് സെലക്ട് ചെയ്തിട്ട് കാർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെയുള്ളത് നമ്മുടെ കാറിൻ്റെ മോഡൽ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതും സെലക്ട് ചെയ്തിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ അവിടെ ടിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ കൊടുക്കുക. അപ്പോൾ നമുക്കൊരു OTP വരും. ആ OTP നമ്മളവിടെ തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് വെരിഫൈ കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പറിലുള്ള വാട്സാപ്പിലേക്ക് നമ്മുടെ വാറണ്ടി കാർഡ് മെസ്സേജായിട്ട് വരും. താഴെ നമ്മൾ ഡണ്ണ് കൊടുക്കുമ്പോൾ നമ്മുടെ മെയിൻ ഹോം പേജിൽ അപ്ഡേറ്റ് ആയി നമ്മുടെ ബാറ്ററി അവിടെ കാണിക്കും. അപ്പോൾ ആ ബാറ്ററിയിൽ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിനെപ്പറ്റിയുള്ള നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് അവിടെ നമുക്ക് കാണാൻ പറ്റും. അതിൽ നമുക്ക് എന്തെങ്കിലും എഡിറ്റ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എഡിറ്റ് കൊടുത്തിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. വീണ്ടും നമ്മൾ ബാക്കിലേക്ക് പോയാൽ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കതിൽ അപ്ഡേറ്റ് പ്രൊഫൈൽ എന്നുള്ള ഒരു ഓപ്ഷൻ കൂടെ കാണാം. അതിൽ പോയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ നെയിം, ലാസ്റ്റ് നെയിം, മൊബൈൽ നമ്പർ, അതുപോലെയുള്ള നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് നമുക്ക് നമ്മുടെ പ്രൊഫൈൽ സേവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആമറോണിൻ്റെ കസ്റ്റമർ കെയർ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിക്കുകയോ താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ മെസ്സേജ് അയക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കമ്പനിയുടെ ഭാഗത്തു നിന്നും വേണ്ടുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇവിടെ വേണ്ടുന്ന ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്തിട്ട് നമുക്ക് സേവ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രൊഫൈൽ സേവ് ആവും. നമുക്ക് നമ്മുടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഇതേപോലെ ഒരു PDF ഫയലിലായിരിക്കും നമ്മുടെ വാറണ്ടി കാർഡ് വരുന്നത്. ഇത് നമുക്ക് സേവ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള ചെറിയൊരു വീഡിയോ ആണ്, ചെറിയ ഒരു ഇൻഫർമേഷനാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.